ഒരൊറ്റ ബോൾ പെൻ, ഒരൊറ്റ ഡിസൈൻ 75 വർഷം 160 രാജ്യങ്ങളിൽ വിൽക്കുന്നു. 100 ബില്യൺ പീസസ് വിറ്റുപോയിരിക്കുന്നു. 100 ബില്യൺ. ഇപ്പം ഗ്ലോബൽ പോപ്പുലേഷൻ 8.2 ബില്യൺ ആണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു ബോൾ പെൻ 100 ബില്യൺ വിറ്റുപോയിട്ടുള്ളത്. ദാറ്റ്സ് ബിഗ് ക്രിസ്റ്റൽ. ഇതിൻ്റെ ടാഗ് ലൈൻ അതിനേക്കാൾ മനോഹരമാണ്. ആദ്യത്തെ ടാഗ് ലൈൻ റൈറ്റ്സ് എ ഫസ്റ്റ് ടൈം. ആദ്യത്തെ വരയിൽ തന്നെ തെളിയും. എവറി ടൈം, എല്ലായ്പ്പോഴും. ആൻഡ് ദിസ് ഇസ് ബിഗ് ക്രിസ്റ്റൽ. ബോൾ പേനയുടെ ചരിത്രം ഇൻസ്പയറിംഗ് ആണ്. വളരെ സിമ്പിളായൊരു ഇൻവെൻഷനാണ്, പക്ഷേ ലോകത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതിയ ഇൻവെൻഷനാണ്. 1938 ബിറോ എന്ന് പറയുന്ന ഹംഗേറിയൻ ജേർണലിസ്റ്റ് ബോൾ പെൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാവും ഒരു പക്ഷേ പെൻ ഇസ് മൈറ്റിയർ ദാൻ ദ സോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജേർണലിസ്റ്റുകൾക്ക് ഇങ്ങനെ വല്ലാത്തൊരു ആവേശം വരുന്നത്. 1945 മാർഷൽ ബിക്, അയാളൊരു ഫ്രഞ്ചുകാരനാണ്, ബിസിനസ്സുകാരനാണ്. നമ്മുടെ ബിറോയുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പേറ്റൻറ്റ് വാങ്ങുന്നു 1945. എന്നിട്ട് ബിക് എന്നുള്ള പേരിൽ പേന ഇറക്കുന്നു. 5 വർഷത്തിന് ശേഷം 1950 ആ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ കാണുന്ന ബിഗ് ക്രിസ്റ്റൽ മാർക്കറ്റിൽ ഇറക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഇറ്റ്സ് എ $1 ബില്യൺ ബോൾ പെൻ ഹിസ്റ്ററി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 ബില്യൺ ബോൾ പേനകളാണ് വിറ്റുപോയിട്ടുള്ളത്. സ്റ്റിൽ ബിഗ് ക്രിസ്റ്റൽ ഈസ് വേൾഡ്സ് മോസ്റ്റ് ഫേവറേറ്റ് ബോൾ പെൻ. അതാ പറയുന്നത്, വലിയ സംഭവങ്ങൾ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ഇന്നോവേറ്റീവായ സംഭവങ്ങൾ ഉണ്ടാവണം നിർബന്ധമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ബോൾ പെന്ന് മതി. സാധാരണ മനുഷ്യന്മാരുടെ ഡെയിലി റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുന്ന ഒരു റിലയബിൾ പ്രോഡക്റ്റ് ഉണ്ടായാൽ മതി. യു വിൽ ബിക്കം എ ബില്യനിയർ, എ മൾട്ടി ബില്യനിയർ. 2006 നമ്മളെ ന്യൂയോർക്കിലുള്ള മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിഗ് ക്രിസ്റ്റൽ എന്നുള്ള പെന്ന്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുണ്ട്, മലയാളികളായ ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ ദുബായിൽ പോയിട്ട് ബിസിനസ് നടത്തുന്നതിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ വേണ്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കടലമുട്ടായി ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചതിന് ശേഷം ഒരു കടലമുട്ടായി, 2 കടലമുട്ടായി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന കടലമുട്ടായി ഉണ്ടാക്കാൻ പറ്റിയാൽ, എളുപ്പമല്ലാതെ, തീരെ എളുപ്പമല്ലാതെ, അങ്ങനെ കടലമുട്ടായി ഉണ്ടാക്കിയാൽ you will be a millionaire. You will be one among the most successful businessmen in Kerala. ഊണ് കഴിക്കണ്ടേ? ഊണ് കഴിക്കാൻ എത്ര സമയം എടുക്കാം? അതിനെപ്പറ്റി പറയാൻ നോക്കാം അടുത്ത ആഴ്ച.